ഭാഗ്യവാൻ ആര് അല്ലെങ്കിൽ ഭാഗ്യവതി ആര് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ 50 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും വിറ്റ് ഏകദേശം 45 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ലോട്ടറി കടയിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ കച്ചവടം നോക്കാം. തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് ഇത്തവണ ലോട്ടറി കച്ചവടത്തിൽ എത്തിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനം പാലക്കാട് തന്നെ. അവിടെ ഏകദേശം 9 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത്. തിരുവനന്തപുരം 5 ലക്ഷത്തിനധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് പോയിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു കച്ചവടമൊക്കെ? തിരുവനന്തപുരത്ത് കച്ചവടം പതിവിലും ഉഷാറായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടമാണ്. അപ്പോൾ നാളെ അറിയാം അടുത്ത ലക്ഷാധിപതി അല്ലെങ്കിൽ കോടിപതി ആയിരുന്നു നാളെ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവസാന ഘട്ടം കാണുന്നത് തിരക്കാണ്. അപ്പോൾ ഇന്നും നാളെയെല്ലാം തന്നെ ഒരു സെയിലിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് ഇന്ന് നാളെ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് സെയിൽ കൂടുതലാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ടിക്കറ്റുകൾ ഒരു ബമ്പർ കഴിഞ്ഞ ഉടനെ രണ്ട് ദിവസം തന്നെ ബമ്പർ അടുത്ത ബമ്പർ വരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം 2 ആഴ്ച കൂടുതൽ ഡിലേ ആയി ടിക്കറ്റ്. അപ്പോഴേക്ക് തന്നെ നല്ലൊരു സെയിൽ മാറി. അപ്പോൾ ആ ഒരു വിഷമത്തെയാണ് നമ്മളെല്ലാ ഏജൻസിക്കാരും വിഷമത്തോടെ ഇരുന്നത്. പക്ഷേ ടിക്കറ്റ് വന്ന ശേഷം ആ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ സെയിലാവുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ പഴയ സെയിലിനേക്കാളും എല്ലാവരും കൂടുതൽ സെയിലായി, റെക്കോർഡ് സെയിലായി. ഇപ്പോഴൊക്കെ റെക്കോർഡ് സെയിലാണ്. പിന്നെ ശബരിമല സീസൺ നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഉള്ള സ്വാമിമാരൊക്കെ വരികയും ടിക്കറ്റ് എടുക്കുകയും അന്യസംസ്ഥാന ആൾക്കാർ വരികയും ടിക്കറ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ബമ്പർ എന്തായാലും നന്നായിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ ഘടനയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. കാരണം അത് പരിഷ്കരിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്നറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാളും അത് പരിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 2 ആഴ്ച കൂടുതൽ ഡിലേ ആവുകയും ചെയ്തത്. അതേ സമ്മാനഘടന തന്നെയാണ് ഇപ്രാവശ്യം. എന്നാലും ഇത്തവണ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏകദേശം 20 പേർക്ക് വീതം സമ്മാനങ്ങൾ, 20 ലക്ഷം കൂടാതെ തന്നെ 20 ആൾക്കാർക്ക് സമ്മാനം ലഭിക്കുന്നുണ്ട്. അതെ, കാരണം ഈ ബമ്പറുകളാണ് നമ്മൾ ഇവിടെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ബാക്കി നോർമൽ എടുക്കാത്ത ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെല്ലാം ഈ ബമ്പർ സമയത്ത് വരും. അതപ്പോൾ നോർമൽ സ്ഥിരം എടുക്കുന്ന ആൾക്കാരാണ് ഈ ഡെയിലി ടിക്കറ്റുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബമ്പർ സമയം, ഓണം ബമ്പർ, ക്രിസ്മസ് ബമ്പർ തുടങ്ങുന്ന വലിയ ബമ്പറുകളിൽ ഇവരെല്ലാവരും ടിക്കറ്റ് സ്ഥിരം വല്ലപ്പോഴും എടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ രക്ഷപ്പെടാമെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിലെല്ലാം വരുന്നുണ്ട്. എന്തായാലും 20 കോടിയുടെ ഒരു കോടീശ്വരനെയും കൂടാതെ ഈ 1 കോടി ലഭിക്കുന്ന 20 കോടീശ്വരനെയും ഇത്തവണ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ബമ്പർ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കോടി അടിക്കുന്ന അല്ലെങ്കിൽ ബമ്പർ അടിക്കുന്ന ആളോട് ഒരു ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെന്ന് എനിക്ക് തങ്ങൾക്ക് എന്താ പറയുക? അതായത് ആദ്യം പ്രഖ്യാപിച്ച് 25 കോടി അടിച്ച കട ഇതാണ്. അത് എൻ്റെ ഇതാണ് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അതായത് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. അതായത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതെ നമ്മൾ നേരിട്ട് ലോട്ടറി ഓഫീസിൽ കൊടുത്ത് വളരെ ഒരു പരസ്യം കൊടുക്കാതെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പെട്ടെന്ന് കയ്യിലങ്ങ് പോകും. ഒരുപാട് പബ്ലിസിറ്റി ആകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളും ആൾ തന്നെ ഒരു അനുബന്ധ വ്യക്തി തന്നെ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഇല്ലാതെ തന്നെ പിന്നെ പൈസ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം പിന്നീട് ഒരുപാട് ടാക്സ് അടയ്ക്കേണ്ടതായുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് പോകുന്നതായിരിക്കും നല്ലത്. കുറേ വർഷം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ വരണത്. ഇത്തവണ വേറെ ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഓ, 2 എടുത്തിരിക്കുന്നു. മൂന്നാമത്താണ്. ഓ, എവിടെയൊക്കെ എടുത്ത്? തിരുവനന്തപുരത്ത് തന്നെയാണ് എടുത്തത്? ആ, എല്ലാം തിരുവനന്തപുരം ഈ കടയിൽ തന്നെ എടുത്തത്. എന്തായാലും അടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, നമ്മളിവിടെ 3 പ്രാവശ്യമായി ഇതവിടെ വന്ന് എടുക്കുന്നത്. ഒരു പ്രതീക്ഷയോടെ വന്നിരിക്കുകയാണ് കിട്ടുമെന്നുള്ള ഒരു. വേറെ ലോട്ടറി എടുത്തോ തവണ? ഇത്തവണ എടുത്തു. എവിടെയും ഏതാ ഒന്നെടുത്തു. ഇനി അടുത്ത് നോക്കിയിട്ടിരിക്കുകയാണ്. ഡെയിലി എടുക്കുന്ന ആളാണോ ലോട്ടറി? ലോട്ടറി ഇവിടെ തിരുവനന്തപുരം വരുന്ന സമയത്ത് എടുക്കുകയാണ്. എവിടുന്ന സ്ഥലം? നമുക്ക് മാർത്താണ്ട. അങ്ങനെ 50 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അതിങ്ങനെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അതുവരെ ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇത്തവണയും ഞാൻ ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണയും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും ഈ കൂട്ടത്തിൽ അടിക്കുമെന്ന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അടിക്കൂലേ? അടിക്കട്ടെ. എന്തായാലും ഇത്തവണയും ഞാൻ പതിവ് തെറ്റിക്കാതെ ലോട്ടറി എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഒന്നും ഭാഗ്യം തോന്നിച്ചില്ല. പക്ഷേ ഇത്തവണ നമ്മൾ ഭാഗ്യം തോന്നിക്കുമെന്ന് പ്രതീക്ഷയാണുള്ളത്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.